ഇന്ത്യൻ ഓഹരി വിപണി അതിൻ്റെ ഏറ്റവും വലിയ ഉയരങ്ങളിൽ എത്തിയ വർഷമായിരുന്നു 2013. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ സെൻസെക്സും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ നിഫ്റ്റിയും പുതിയ നില തൊട്ടു. 21,326 എന്ന എക്കാലത്തെയും ഉയർന്ന ക്ലോസിംഗ് നിരക്ക് സെൻസെക്സും 6,363 എന്ന ഉയർന്ന ക്ലോസിംഗ് നിരക്ക് നിഫ്റ്റിയും തൊട്ടത് ഡിസംബർ 9-നായിരുന്നു. BJPക്ക് അനുകൂലമായ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം വന്ന ദിവസം. ജനുവരി 1-ന് 54 രൂപ 68 പൈസയായിരുന്നു ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ വിലയെങ്കിൽ അത് ഒരു ഘട്ടത്തിൽ 68 രൂപ 88 പൈസ വരെയായി ഉയർന്നു. വർഷാന്ത്യത്തിൽ 62 രൂപയ്ക്കടുത്ത് വട്ടം കറങ്ങുകയാണ് ഇന്ത്യയുടെ കറൻസി. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിച്ചത് സവാളയുടെ വിലയായിരുന്നു. കിലോയ്ക്ക് 120 രൂപ വരെയായി ചില്ലറ വിൽപ്പന വില ദില്ലിയിൽ ഉയർന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വന്നതോടെ വില ഇപ്പോൾ 20 രൂപയുടെ പരിസരത്തെത്തി. ഷീലാ ദീക്ഷിതിന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നത് ഉള്ളിയുടെ ഇപ്പോഴത്തെ വില അറിയുമ്പോഴാണ്. ആം ആദ്മിയുടെ ചൂലുകൊണ്ട് ജനം തെരുവിലിറങ്ങാൻ സാധ്യതയുള്ളതായിരുന്നു ഡീസലിന്റെയും പെട്രോളിന്റെയും വില. ഡീസൽ വില ഒറ്റ വർഷം കൊണ്ട് 45 രൂപയിൽ നിന്ന് 55 രൂപയുടെ അടുത്തെത്തി. പെട്രോൾ വില 70-ന് മുകളിൽ നിന്ന് താഴെ ഇറങ്ങാതെ വർഷാന്ത്യത്തിലും തുടരുന്നു. ഭക്ഷ്യവിലപ്പെരുപ്പം മാസം തോറും 20% വീതമാണ് ഓഗസ്റ്റ് മുതൽ രാജ്യത്ത് ഉണ്ടായത്. വ്യാവസായിക ഉൽപാദനം കുറയുകയും ചെയ്തു എന്നതും മറച്ചുവെക്കാൻ കഴിയുന്ന സത്യമല്ല.